ചില വ്യക്തികളുടെ ലൈഫിൽ ഏറ്റവും ഗുണം ചെയ്യുന്ന ദശാകാലമായിരിക്കും ശനിയുടെ ദശ. പല വിഭാഗത്തിൽ ഫലത്തെ കണ്ടെത്തുവാനുള്ള മാർഗങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആചാര്യന്മാർ. അതിൽ ഒരു മാർഗമാണ് ഈ നക്ഷത്ര ദശകൾ എന്ന് പറയുന്നത്. ഈ പറയുന്ന പോലെ തൊഴിൽ മാറ്റം, അല്ലെങ്കിൽ താമസിക്കുന്ന അന്തരീക്ഷത്തിൻ്റെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ മാറ്റങ്ങൾ, അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഈ ദശാസന്ധിയിൽ വരാറുണ്ട്. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിൽ വെളിച്ചമേകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിൻ്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജ്യോതിഷ പണ്ഡിത ശ്രീമതി ശാരദ അന്തർജനം തൃപ്പൂണിത്തുറയാണ്. മാഡം നമസ്കാരം. നമസ്തേ. ജ്യോതിഷത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും, കുറച്ചൊക്കെ മനസ്സിലാവില്ല. അപ്പോൾ ഈ ദശാസന്ധികൾ എന്ന് പറയുന്ന ഒരു കാലഘട്ടം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടെന്ന് ജ്യോതിഷത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് പറയുവാണ്, രസകരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടാവും. അത് കാണാത്ത ഒരു മലയാളി ഉണ്ടാവില്ല. അതിനകത്ത് മാടമ്പള്ളി തറവാട്ടിലെ ബാധ ഒഴിപ്പിക്കാൻ വന്ന ബ്രഹ്മദത്തൻ നമ്പൂതിരി ആ തറവാട്ടിലുള്ള ശ്രീദേവിയുടെ ജാതകം വിശകലനം ചെയ്തിട്ട് പറയുന്നുണ്ട്, കുട്ടിക്ക് ദശാസന്ധിയുടെ കാലമാണിപ്പോൾ, കുറച്ച് മാനസിക വിഷമങ്ങളും കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ചെയ്യാത്ത തെറ്റിന് വരെ കുറ്റം കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അപ്പൊ ഈ ദശാസന്ധി അങ്ങനെ ഒരു കാലഘട്ടമാണോ? എന്താണ് ദശാസന്ധി? അത് എത്ര നാളാണുള്ളത്? ദശാസന്ധി പറയുമ്പോൾ നമുക്ക് ആദ്യം ദശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നറിയണമല്ലോ. അതെ അല്ലേ? അപ്പോൾ നമ്മൾ 27 നക്ഷത്രങ്ങൾ, ആ നക്ഷത്രങ്ങളെ നമുക്ക് ഓരോ വ്യക്തികളുടെയും ജന്മ ലക്ഷ്യത്തെ, അതല്ലെങ്കിൽ അയാളുടെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ ആണ് കടന്നു പോവുക എന്നുള്ളത് ഇതറിയാനാണ് ഒരു ജ്യോതിഷിയെ സാമാന്യ ജനങ്ങൾ സമീപിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പല കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ പല വിഭാഗത്തിൽ ഫലത്തെ കണ്ടെത്തുവാനുള്ള മാർഗങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആചാര്യന്മാർ. അതിൽ ഒരു മാർഗമാണ് ഈ നക്ഷത്ര ദശകൾ എന്ന് പറയുന്നത്. നമ്മൾ പല പല രീതിയിൽ ദശകളെ നമ്മൾ ഗണിച്ചെടുക്കുന്ന സമ്പ്രദായമുണ്ട്. അതിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും പ്രചാരമുള്ള ഒരു സമ്പ്രദായം എന്ന് പറയുന്നത് വിംശോത്തരി ദശ എന്നുള്ളതാണ്. അതായത് 120 വയസ്സ് വരെ മനുഷ്യൻ്റെ പരമായുസിനെ കണക്കാക്കിയിട്ട് ഓരോ ഗ്രഹങ്ങളുടേതും അവരുടെ അതിന് പ്രത്യേക കാരണങ്ങളുണ്ട് കേട്ടോ. ഓരോ ഗ്രഹങ്ങൾക്കും ഇത്ര വർഷം വീതമാണ് ഉണ്ടാവുക എന്ന് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ സൂര്യൻ്റെ ദശ എന്ന് പറയുന്നത് 6 വർഷമാണ്. എല്ലാ വ്യക്തികൾക്കും സൂര്യദശ വരുന്നത് 6 വർഷം തന്നെയാണ്. ആദിത്യദശ, ആദിത്യനാറ് എന്നാണ് പറയുക. അത് കഴിഞ്ഞ് സൂര്യദശ കഴിഞ്ഞാൽ ചന്ദ്രദശയാണ് വരിക. ഇതെല്ലാവർക്കും സ്റ്റാർട്ടിങ്ങിൽ സൂര്യദശ എന്നല്ല കേട്ടോ, നക്ഷത്രത്തിനനുസരിച്ചിട്ട് തുടങ്ങുന്ന ജനിക്കണ സമയത്ത് ദശാകാലം ഇന്നതാണെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. എന്തായാലും സൂര്യൻ്റെ ദശ കഴിഞ്ഞ് പിന്നെ വരുന്നത് ചന്ദ്രൻ്റെ ദശയാണ്. അത് 10 വർഷമാണ്. ചന്ദ്രദശ 10 വർഷമാണ്. പിന്നെ 7 കൊല്ലം ചൊവ്വയുടെ ദശയാണ്, കുജദശ. 18 കൊല്ലം രാഹുവിൻ്റെ ദശ. 16 കൊല്ലം വ്യാഴത്തിൻ്റെ ദശാകാലമാണ്. 19 വർഷമാണ് ശനിയുടെ ദശാകാലം. ബുധൻ്റെത് 17 കൊല്ലം. പിന്നെ ഏറ്റവും ദൈർഘ്യമേറിയ കാലയളവുള്ളത് ശുക്രൻ്റെ ദശയാണ്, 20 വർഷം. ഇങ്ങനെയാണ് ഓരോ ഗ്രഹത്തിൻ്റെയും ദശാവർഷങ്ങളെ കണക്കാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ഓരോ ഗ്രഹത്തിൻ്റെയും സ്വഭാവം അനുസരിച്ചിട്ട്, ഭൂമിയിൽ നിന്നുള്ള അവരുടെ ദൂരത്തെ അനുസരിച്ചിട്ട്, അവരുടെ സഞ്ചാരത്തിൻ്റെ വേഗതയനുസരിച്ചിട്ട്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇത്രയും വർഷങ്ങളെ നമ്മൾ കണക്കാക്കി വെച്ചിരിക്കുന്നത്. ആചാര്യന്മാർ നേരത്തെ തന്നെ കണക്കാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഇപ്പം അശ്വതി മകം മൂലം നക്ഷത്രക്കാർ ജനിക്കുമ്പോഴത്തേക്കും കേതുവിൻ്റെ ദശയിലാണ് അവർ ജനിക്കുന്നത് തന്നെ. അശ്വതി മകം മൂലം കേതു ദശയാണ് ജനിക്കുന്നത്. പിന്നെ അതേപോലെ സൂര്യൻ കാർത്തിക ഉത്രം ഉത്രാട നക്ഷത്രക്കാർക്കാണ്. അവർ കാർത്തിക ഉത്രം ഉത്രാട നക്ഷത്രക്കാർ ജനിക്കുന്നത് സൂര്യൻ്റെ ദശയിലാണ്. അത് പിന്നെ വരുന്നത് ചന്ദ്രൻ്റെ ദശ, രോഹിണി, അത്തം, തിരുവോണം. ഈ നക്ഷത്രക്കാരെല്ലാവരും ജനിക്കുമ്പോഴത്തേക്കും
ചന്ദ്രൻ്റെ ദശയിലാണ് അവർ ജനിക്കുക. ഇങ്ങനെ 3 നക്ഷത്രങ്ങൾക്ക് വീതം ഓരോ ദശകളെ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു സൂര്യൻ്റെ ദശയിൽ ജനിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും 6 വർഷം അല്ല സൂര്യൻ്റെ ദശ കിട്ടുക. അവർ ജനിക്കുന്ന സമയത്ത് ആ നക്ഷത്രത്തിൻ്റെ എത്ര ഭാഗം കഴിഞ്ഞു പോയോ അത്രയും ദശയുടെ ഭാഗവും കഴിഞ്ഞു പോയിട്ടുണ്ട്, ദശാവർഷങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ബാക്കി ആ നക്ഷത്രത്തിൽ ഇനി എത്ര നാഴിക ചെല്ലാനുണ്ട് അതിന് അനുസരിച്ചിട്ടാണ് ശിഷ്ടദശ എന്ന് പറയും. അത് നമ്മൾ ഗണിതക്രിയയിൽ കൂട്ടിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ജാതകമോ അല്ലെങ്കിൽ തലക്കുറിയോ ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും ശിഷ്ടദശ ഇത്ര വയസ്സ് അല്ലെങ്കിൽ ഇത്ര വർഷം, ഇത്ര മാസം, ഇത്ര ദിവസം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. അത് നോക്കിയാൽ നമുക്ക് ശിഷ്ടദശ അറിയാൻ പറ്റും. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് ക്രമത്തിൽ കൂട്ടിക്കൊള്ളണം എന്നാണ്. അത് ഈ ശിഷ്ടദശ എത്രയാണോ അത് കണക്കാക്കി വെച്ചപ്പോൾ 3 വർഷമാണ്, 3 വർഷം 4 മാസം 20 ദിവസമാണ് ഒരു ശിഷ്ടദശ എഴുതിയിരിക്കുന്നത് എങ്കിൽ അത് സൂര്യൻ്റെ ദശയാണ് എങ്കിൽ പിന്നീട് അങ്ങോട്ട് ചന്ദ്രൻ്റെ ദശ 10 വർഷം തന്നെയാണ്. 7 കൊല്ലം ചൊവ്വാദശ, 18 കൊല്ലം രാഹുദശ. അത് ഈ ക്രമത്തിൽ തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ മുന്നോട്ട് പോകുന്തോറും ശിഷ്ടദശ കഴിഞ്ഞ് പിന്നീട് എല്ലാ അതാത് ദശകൾക്ക് പറഞ്ഞിരിക്കുന്ന ആ മുഴുവൻ വർഷങ്ങളും ഇവർക്ക് കിട്ടും. ഇങ്ങനെ പോകുന്തോറും ഒരു ദശാകാലം കഴിഞ്ഞിട്ട് അടുത്ത ദശാകാലം തുടങ്ങുമ്പോൾ, അതായത് ആദിത്യൻ്റെ ദശ കഴിഞ്ഞു, ഇപ്പോൾ ഒരു 10 വയസ്സ് മുതൽ 16 വയസ്സ് വരെ ഒരാൾക്ക് ആദിത്യൻ്റെ ദശയായിരുന്നു എങ്കിൽ ആദിത്യൻ്റെ ദശയാണ്. അങ്ങനെയെങ്കിൽ ആദിത്യ ദശ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രദശയാണ് വരുന്നത്. അപ്പോൾ 6 വർഷം തന്നെയാണ് അല്ല, 6 വർഷം ആദിത്യൻ്റെ ദശ, അത് കഴിഞ്ഞ് പിന്നീട് വരുന്നത് ചന്ദ്രൻ്റെ ദശ. അപ്പോൾ എല്ലാ ഗ്രഹങ്ങളുടെയും ദശാകാലം ബാക്കി നമുക്ക് കുറേ കാര്യങ്ങൾ ഈ ഗ്രഹങ്ങളെ വെച്ചിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നുണ്ട്. അതിൽ തന്നെ എല്ലാ ഗ്രഹങ്ങളെ കൊണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ ഗുണഫലങ്ങൾ തരുന്നതുകൊണ്ട് നമുക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഫലങ്ങൾ തരും ഈ ഗ്രഹങ്ങൾ. അപ്പോൾ ഇതിനനുസരിച്ച് അതേപോലെ തന്നെയാണ് ദശാകാലങ്ങളും. ഗുണം തരുന്ന ദശാകാലമുണ്ട്, അല്ലെങ്കിൽ ഗുണാനുഭവങ്ങളെ ശരിക്കും ഗുണം തരുന്നത് അല്ലെങ്കിൽ ഗ്രഹങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഗ്രാമാറ്റിക്കൽ അത് തെറ്റാണ്. നമ്മളുടെ നല്ല കാലത്തെയോ അല്ലെങ്കിൽ മോശം കാലത്തെയോ ഈ ഗ്രഹങ്ങളെ വെച്ചിട്ട് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഉപകരണങ്ങളാണ് ഈ ഗ്രഹങ്ങളെയാണ് നമ്മൾ ഉപകരണമാക്കുന്നത് ജ്യോതിശാസ്ത്രത്തിൽ. ഇങ്ങനെയാണ്. അപ്പോൾ ചിലപ്പോൾ സൂര്യൻ്റെ ദശ തന്നെ നല്ല ദശ ഉള്ളവരും ഉണ്ട്, ചീത്ത മോശമായിട്ടുള്ള നമുക്ക് അനുകൂലമല്ലാത്ത അനുഭവങ്ങൾ തരുന്നതുണ്ട്, എല്ലാത്തിലുമുണ്ട്. ഇപ്പൊ ശനിയുടെ ദശ എല്ലാവരും നമ്മൾ സാധാരണ പറയാറ് എനിക്കിപ്പോ ശനിയാണ് എന്ന് പറയില്ലേ, കണ്ടകശനിയാണെന്നൊക്കെ പറയാം. അത് വേറെയാണ്. കണ്ടകശനിയെയും ദശാകാലത്തെയും പലപ്പോഴും പറ്റുന്നതുമാണ് സമൂഹത്തിൽ. നമ്മൾ ഈ കണ്ടകശനി എന്ന് പറയുന്നതും അല്ലെങ്കിൽ ശനി ദശ എന്ന് പറയുന്നതും ഒന്നാണ് എന്നാണ് ധരിക്കുന്നത് ആളുകൾ. രണ്ടും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഗതികളാണ്. അപ്പോൾ ശനിയുടെ ദശ 19 വർഷമുണ്ട് ശനിയുടെ ദശ വരുന്നത്. അപ്പോൾ ഈ ശനിദശയിൽ എല്ലാവർക്കും മോശമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഏറ്റവും ചിലപ്പോൾ ചില വ്യക്തികളുടെ ലൈഫിൽ ഏറ്റവും ഗുണം ചെയ്യുന്ന ദശാകാലമായിരിക്കും ശനിയുടെ ദശ. അതായത് ഇപ്പം ഇടവക്കൂറുകാർക്കൊക്കെ ആ ജാതകത്തിൽ ഇടവക്കൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വതി ഭരണി കാർത്തികയുടെ കാല് വരെ മേടക്കൂറാണ് വരുന്നത്. അപ്പോൾ കാർത്തികയുടെ മുക്കാല് രോഹിണി മകീര്യത്തിൻ്റെ പകുതി വരെയുള്ളവരാണ് ഇടവക്കൂറിൽ വരുന്നവർ. അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ജാതകത്തിൽ ഏറ്റവും ഗുണപ്രദനായിട്ടുള്ള ഗ്രഹം ശനിയാണ്. ശരി. ആ ശനിയുടെ പൊസിഷനും കൂടെ നോക്കിയിട്ട് ഈ ജാതകം ഇയാൾ ജനിക്കുന്ന സമയത്ത് എവിടെയാണ് ആ ശനിയുടെ സ്ഥിതി, ഏത് രാശിയിലാണ് എന്നും ഇയാൾ ജനിച്ച സമയത്തെ ലഗ്നം എന്ന് പറയും ലഗ്നത്തിൻ്റെ ഏത് ഭാവത്തിലാണ് എന്നും നോക്കിയിട്ടാണ് ശനിയുടെ ആനുകൂല്യവും പ്രാതികൂല്യവും നിശ്ചയിക്കുന്നത്. ഇത് ഗുണപരമായിട്ടാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ശനി മറ്റ് ദശകളിലെ ശനി അപഹാരങ്ങളിലോ അല്ലെങ്കിൽ ശനിയുടെ ദശ കിട്ടുമെങ്കിൽ ലൈഫിൽ അത് നമുക്ക് നോക്കിയിട്ട് വേണം. എല്ലാവർക്കും ഒന്നും എല്ലാ ദശയും കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ അതായത് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ശനിയുടെ ദശാകാലം മോശമാണ് എന്ന് പൊതുവെ ധാരണയുണ്ടെങ്കിൽ പോലും ഏറ്റവും ടോപ്പിലേക്ക് എത്തുന്ന ശനിയുടെ ദശയുണ്ട്. ഈ ശനിയുടെ ദശാകാലം അല്ല കുറച്ച് കൂടുതലുള്ളത്? അല്ല, കുറച്ച് കൂടുതൽ വർഷങ്ങൾ, കുറച്ച് കൂടുതലുണ്ട്. അതിനേലും അധികമാണ് ശുക്രന്റെ ദശാകാലം. 20 വർഷമുണ്ട് ശുക്രന്റെ ദശ. ഇപ്പം നമ്മൾ പറയാം എനിക്കിപ്പോ ശുക്രനാണ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരാള് BMW വാങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് ഇപ്പൊ ശുക്രനാണെന്നൊക്കെ നമ്മൾ പറയും അല്ലേ, ശുക്രൻ ഉദിക്കുക. അതെ. ചിലപ്പോ ഈ ശുക്രന്റെ ദശയിൽ എല്ലാം
എല്ലാം തകർന്നടിയുന്ന ആളുകളുമുണ്ട്. അത് ഇത് തന്നെയാണ്, ഇതിന്റെ പൊസിഷൻ അനുസരിച്ചിട്ടാണ്. ഇത് അനുകൂലമായിട്ടുള്ള ഭാവത്തിലാണോ, അല്ലെങ്കിൽ അത് ബലവാനായിട്ടാണോ നിൽക്കുന്നത്, ഉച്ചത്തിലാണ്, അനുകൂലനാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ചാൽ കിട്ടില്ല, അതുപോലെ ഉയർച്ചയാണ്. അതായത് വെച്ചടി അങ്ങനെ തന്നെ ശുക്രൻ അനുകൂല ഭാവത്തിൽ ഉച്ചരാശിയിലൊക്കെ നിൽക്കുന്നതാണ് എങ്കിൽ അയാൾ തൊടുന്നത് അയാൾക്ക് ലാഭം മാത്രം. അപ്പോൾ ലൈഫിന്റെ ഒരു 20 വർഷം എന്നൊക്കെ പറയുന്നത് വലിയൊരു കാലയളവല്ലേ. അതെ, ആ കാലഘട്ടം മുഴുവനും ഇയാൾക്ക് നേടാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, പ്രശ്നമൊന്നുമില്ല അല്ലേ. അപ്പൊ അങ്ങനെ അതേസമയത്ത് ഇപ്പൊ ആദിത്യനാണ് അനുകൂലനെങ്കിൽ, അല്ലെങ്കിൽ ചൊവ്വയാണ് അനുകൂലനെങ്കിൽ, ഇപ്പോൾ രുചക യോഗയ്ക്ക് ഉണ്ടാക്കുന്ന ചൊവ്വയാണ്, കുജനെ കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ജാതകത്തിൽ രുചക യോഗം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും അത് 7 വർഷമേ ഉള്ളൂ. അപ്പോൾ ഈ യോഗത്തിൻ്റെ ഫലങ്ങൾ, ഗുണാനുഭവങ്ങൾ തുടങ്ങുമ്പോൾ മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് അനുകൂലമായിട്ടുള്ളത് വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്നതായി എന്ന് തോന്നും, പെട്ടെന്നത് കഴിഞ്ഞു പോയി എന്ന് തോന്നും. ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു സംഗതിയാണ് എങ്കിൽ ആ കാലം അതെ പതുക്കെ പോകുന്നുള്ളൂ എന്ന് തോന്നും. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്ന ഒരാളെ സംബന്ധിച്ച് 1 വർഷം എന്നൊക്കെ പറയുന്നത് വളരെ എളുപ്പത്തിൽ അങ്ങ് കടന്നു പോകും. അതേസമയം ഒരു രോഗാവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തിയോ, അത്യധികം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് എത്ര കൊല്ലമായി, എത്ര വർഷമായി ഞാനിത് അനുഭവിച്ചു തുടങ്ങിയിട്ട് എന്നാണ് അവർ പറയുക, അല്ലേ. അപ്പോൾ മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണത്. ചിലപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടാകുമായിരിക്കും, മനുഷ്യനാണല്ലോ ബുദ്ധി കൂടുതൽ. അപ്പോൾ ഈ രുചകയോഗപ്രദനായിട്ടുള്ള ചൊവ്വയുടെ ദശാകാലം എന്ന് പറയുന്നത് 7 കൊല്ലമാണ്. അപ്പോൾ അതേ സമയത്ത് അതേപോലെ നല്ല യോഗം തരുന്ന ശുക്രന്റെ ദശയാണെങ്കിൽ 20 വർഷമുണ്ട്, നല്ല യോഗം തരുന്ന ശനിയുടെ ദശയാണെങ്കിൽ 19 വർഷമുണ്ട്. ഇങ്ങനെ ദൈർഘ്യം കൂടിയും കുറഞ്ഞുമുണ്ട്. ഇപ്പൊ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദശാസന്ധിയിലേക്കാണ് നമുക്ക് എത്തേണ്ടത്, അല്ലേ. അപ്പോൾ ഒരു ദശാകാലം കഴിഞ്ഞിട്ട് അടുത്ത ദശാകാലം തുടങ്ങുമ്പോഴുള്ള ആ നടുക്കുള്ള പീരീഡിനെയാണ് നമ്മൾ ദശാസന്ധി എന്ന് പറയുന്നത്. അതായത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നത് സന്ധിഘട്ടമാണ്. ഈ സന്ധിഘട്ടത്തിലാണ് നമുക്ക് ഈ കുറച്ച് പ്രശ്നമുള്ള സമയം. അതെ, അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞു പോയ ദശ, ഇപ്പോൾ സൂര്യന്റെ ദശയാണ്, അത് കഴിയാണ്, അതിന്റെ ആ ലാസ്റ്റിലേക്ക് എത്തുമ്പോഴത്തേക്ക് അതിന്റെ പവറൊക്കെ നമുക്ക് കുറഞ്ഞു തുടങ്ങും. ഇവിടുത്തെ പവർ കുറയും ചെയ്യും, അവിടുത്തെ ഇതിലേക്ക് കയറുന്നതേ ഉള്ളൂ, അടുത്തതിലേക്കൊന്ന് കയറുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പിന്നെ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയിൽ നിന്ന് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു, അടുത്ത നെക്സ്റ്റ് ഒരു കമ്പനിയിൽ ജോലി നോക്കി. ഇപ്പോൾ IT ഫീൽഡൊക്കെ ആണല്ലോ ഇപ്പോൾ ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അടുത്തൊരു കമ്പനിയിലേക്ക് കയറുമ്പോൾ ഇവർ എത്ര എക്സ്പേർട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഫീൽഡ് എത്ര നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ആ ഒരു അന്തരീക്ഷവുമായിട്ട് അവിടെയുള്ള ആളുകളുമൊക്കെ ആയിട്ട് അവിടുത്തെ ഒരു സമ്പ്രദായവും ഒക്കെ ആയിട്ട് ഒന്ന് ഇണങ്ങി വരാനൊരു ടൈം എടുക്കില്ല. അപ്പോൾ അത്രയും ദിവസങ്ങൾ ആദ്യത്തെ കമ്പനിയിൽ പോയിക്കൊണ്ടിരുന്ന അതേ ഉത്സാഹം ഫസ്റ്റ് ഡേ തുടങ്ങിയിട്ട് ഇവിടെ കിട്ടിക്കൊള്ളണം എന്നില്ല, അല്ലെങ്കിൽ ഫസ്റ്റ് ഡേയോ സെക്കൻഡ് ഡേയോ പോകുമ്പോൾ ഉണ്ടായിരുന്ന ആഹ്ലാദം പിന്നീട് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപരിചിതമായിട്ടുള്ള അന്തരീക്ഷമല്ലേ. അതേപോലെ തന്നെ നമ്മളൊരു സ്ഥലം മാറി താമസിക്കാൻ പോയി കഴിഞ്ഞാൽ ഒക്കെ ഉണ്ടാവുന്നതായിട്ടുള്ള അതേ പ്രതിസന്ധി, പരിചയക്കുറവ്, ആ പ്രതിസന്ധി അതേ അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെയും സന്ധി എന്ന് പറയുന്നത്. ഒരു എത്ര കാലഘട്ടം എടുക്കുമായിരിക്കും? ഇത് ദശകൾക്കനുസരിച്ചിട്ടാണ്, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായിട്ടുള്ള ദശകൾക്കനുസരിച്ചിട്ടാണ്. ചെറിയ ദശകളുടേത് ഇപ്പം ചൊവ്വയ്ക്ക് 7, ഞാൻ പറഞ്ഞില്ലേ, ചൊവ്വയ്ക്ക് ചന്ദ്രന് 10 കൊല്ലം, ചൊവ്വയ്ക്ക് 7 കൊല്ലം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, കേതു ഇതിൻ്റെയൊക്കെ ദശാകാലം എന്ന് പറയുന്നത് ചെറിയ കാലയളവിലേക്കുള്ള ദശകളാണ്. അതേസമയത്ത് രാഹുവും ശനിയും വ്യാഴവും ശുക്രനും ഇവരുടെയൊക്കെ ബുധന്റെ ഇതൊക്കെ വലിയ ദശകളാണ്. അതായത് ഈ ശനിയുടെ ആണല്ലോ ഏറ്റവും കുറച്ചുകൂടി വലിയൊരു 19 വർഷമുണ്ട്. അപ്പോ ആ ഒരു സമയം കുറച്ച് അധികം പ്രശ്നം അതാണ് പറയുന്നത്. ശനി മാത്രമല്ല, ഈ വലിയ ദശകളുടെ ഇടയിൽ വരുന്ന ദശാസന്ധി കാലഘട്ടവും കുറച്ച് കാലയളവ് കൂടും. അതായത് 6 മാസം വരെയാണ് ദശാസന്ധി എന്നാണ് പൂർവാചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതേസമയം ഇത് ചെറിയ ദശകളുടേതാണ് ഈ 6 മാസം എന്നുള്ളത് ഇപ്പോൾ കണ്ടുവരുന്നത്. പലപ്പോഴും നമ്മളുടെ പഴയ പ്രമാണങ്ങളിൽ, ഹോരാദികളായിട്ടുള്ള അതല്ലെങ്കിൽ അതുപോലെയുള്ള പഴയ പ്രമാണങ്ങളിൽ കാണുന്നതിൽ നിന്നും കുറച്ച് നമ്മുടെ അനുഭവങ്ങളിലേക്ക്, ഇപ്പോൾ ഇത്രയും 10-26 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളെപ്പോഴും പുതുതായി പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ ദശകളുടേതായിട്ടുള്ള സന്ധി കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 6 മാസം
ഒക്കെയാണ്. അപ്പോൾ 3 മാസം കഴിഞ്ഞു പോയ ദശയുടെയും 3 മാസം വരാനിരിക്കുന്ന ദശയുടെയും രണ്ടും കൂടി ചേർത്തിട്ട് 6 മാസം. അതേസമയം വലിയ ദശകളുടേതാണ്. അപ്പോൾ ചെറിയൊരു ദശ കഴിഞ്ഞിട്ട് വലിയ ദശയാണ് അടുത്തത് വരാനുള്ളത് എങ്കിൽ അതൊരു 8 മുതൽ 10 മാസം വരെ ഒക്കെ ആയിരിക്കും എടുക്കുക. ഒന്ന് വലുതും ഒന്ന് ചെറുതുമായതുകൊണ്ട്. 2 വലിയ ദശകളാണ്. കഴിഞ്ഞു പോയത് 18 കൊല്ലം രാഹുവിൻ്റെത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 16 കൊല്ലം വ്യാഴത്തിൻ്റെ ദശയാണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇത് രണ്ടും വലിയ ദശകളായതുകൊണ്ട് ഇതിൻ്റെ സന്ധി എന്ന് പറയുന്നത് ഒരു 1.5 വർഷത്തോളം എടുക്കും. അതെ. ഇങ്ങനെയാണ് ദശാസന്ധിയുടേത്. അപ്പോൾ ദശാസന്ധി സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഗ്രഹങ്ങളുടെയും പവർ നമ്മളിലേക്ക് കിട്ടാണ്ടേ വരുമ്പോഴത്തേക്കും ആ ഒന്നുമില്ല, നമ്മളെ സംബന്ധിച്ച് നമ്മൾ എഫേർട്ട് വളരെ കൂടുതൽ ഇടണം. എഫേർട്ട് കൊണ്ട് അപ്പോൾ നമുക്ക് വളരെ പരിചയമുള്ള ഒരു സംഗതി നമ്മുടെ മൈൻഡ് അവിടെ ഇല്ലെങ്കിൽ പോലും നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് ചെയ്യും ഇല്ലേ. നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഒരു വണ്ടി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് അവിടെ ഇല്ല, നമ്മൾ പലതും ആലോചിച്ചിട്ടാവും ചിലപ്പോൾ വണ്ടി ഓടിക്കുന്നത്. പക്ഷെ വണ്ടി കൃത്യം നമ്മളെ ആ ലക്ഷ്യസ്ഥാനത്ത്, അതായത് വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്, ആ വീട്ടിൽ തന്നെ എത്തിക്കും എന്നാണ് നമ്മൾ പറയുക. നമ്മൾ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പരിചിതമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നും കുറച്ച് അപരിചിതമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന അതേപോലെ തന്നെയാണ് ഈ ദശാസന്ധി കാലഘട്ടത്തെയും നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് പലപ്പോഴും കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ മാനസികമായിട്ട് മാനസികമായിട്ടൊരു ദുർബലത വരുന്നുണ്ട്. ഗ്രഹങ്ങളുടെ ഒരു പവർ നമ്മളിൽ എപ്പോഴും ഉണ്ടാകണം എന്നാണ് പറയുക. അല്ലെങ്കിൽ നമുക്ക് പവറുള്ള സമയം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ വീക്കായി പോകും, തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എല്ലാം കൊണ്ടും സാമ്പത്തികമായിട്ടായാലും ഒക്കെ കുറച്ച് നമ്മൾ പൊതുവേ പറയാറുണ്ട്. ഇപ്പോൾ ദശാസന്ധി ഇപ്പോൾ ആളുകൾ വരുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും പല കാരണങ്ങളും ഉണ്ടാകും. അതിലൊന്ന് ഇപ്പോൾ ദശാസന്ധിയാണ്. ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്കും പതുക്കെ കയറി വരും. ഈ ദശാസന്ധി എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു കാര്യമാണെന്ന് ഇപ്പൊ മാഡം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കുഴപ്പമൊന്നുമില്ല, നമുക്കത് കഴിഞ്ഞു പോകും. ഇതും കഴിഞ്ഞു പോകും എന്നൊക്കെ പറയുന്നത് പോലെ അതും പലപ്പോഴും ഈ പറയുന്ന പോലെ തൊഴിൽ മാറ്റം, അല്ലെങ്കിൽ താമസിക്കുന്ന അന്തരീക്ഷത്തിന്റെ താമസിക്കുന്ന സ്ഥലത്തിന്റെ മാറ്റങ്ങൾ, അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഈ ദശാസന്ധിയിൽ വരാറുണ്ട്. പരമാവധി ആ സമയത്ത് മാറ്റം ഒഴിവാക്കാനാണ് നമ്മൾ പറയാറും. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവർക്ക് വരാനിരിക്കുന്നതാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ള, കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് എങ്കിൽ മാത്രം അല്ലാതെ അത്തരത്തിലുള്ള മാറ്റങ്ങളെ തിരഞ്ഞെടുക്കാൻ പറയും. കുറച്ചും കൂടി നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് തന്നെ വേണം ഈ മാറ്റം എന്ന് പറയും. കാരണം എന്നാലേ അവരെ ഒന്ന് കൂളാക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട്. അങ്ങനെയൊക്കെയാണ്. ശരി മാഡം, നന്ദി.